യേശുവിൻ്റെ പള്ളിയിലെടുത്താണ് കൈവിട്ട് യേശുവിൻ്റെ. അപ്പം കൈവിട്ട് യേശുവിൻ്റെ മുൻവശം നമുക്കൊന്ന് കടന്നു പോവാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചേച്ചിയെ പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ചേച്ചി നമസ്കാരം. എത്ര നാളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷമായി. 10 വർഷമായി. 10ാമത്തെ കൊല്ലം. എന്താണ് പേര്? എൻ്റെ പേര് ശൈലജ. എവിടെയാണ് താമസിക്കുന്നത്? നീരാവിൽ. ഇവിടെ ഈ 10 വർഷമായിട്ട് തുടരുന്ന കാരണം ജന്മനെയുള്ളതാണ്. അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? വിവാഹം കഴിച്ചു. ഹസ്ബൻഡ് ഉണ്ടോ? ഇല്ല. മകൻ എന്താ എടുക്കുന്നത്? മകൻ +1 10ാം ക്ലാസ്സിൽ ജയിച്ച് മകൻ അല്ലേ +1. അപ്പം ഈ വീട്ടിൽ വേറെ ഒറ്റ മകനേ ഉള്ളൂ? ഒരു മകന് എൻ്റെ നാത്തൂനുണ്ട് എൻ്റെ കൂടെ, എൻ്റെ സഹോദരൻ്റെ ഭാര്യ. ഒരു മോനും ഉണ്ട്. അവരെ കാര്യം നോക്കുക. എന്നാലും നമുക്ക് ആഹാരമൊക്കെ അവർ തരും. പിന്നെ എൻ്റെ മോനെ പഠിപ്പിക്കാനുള്ള നെല്ലിയെ പോകുന്ന അതങ്ങനെ കൂട്ടം നോക്കും. നീരാവിയിൽ നിന്ന് എങ്ങനെ എത്തുകൂടാ? രാവിലെ ഞാൻ ഓട്ടോയിൽ വരും. ഓട്ടോയിൽ വരാൻ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ഓരോരുത്തരെ കയ്യിൽ ഞാൻ കടം മേടിക്കും. കടം മേടിച്ചൊക്കെ എല്ലാ ദിവസവും അങ്ങനെയാ? എല്ലാ ദിവസവും അങ്ങനെയല്ല, ചില ദിവസങ്ങൾ എനിക്ക് കിട്ടും, തമ്പുരാൻ എനിക്ക് തരും. ഞാനത് ആട്ടോ. എന്തായാലും സ്വന്തമായി വീടുണ്ടോ? വീടില്ല. സ്വന്തമായി വീടില്ല, വസ്തുവില്ല. പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇവിടെ വന്ന് നിങ്ങളെ പോലുള്ളവരെല്ലാം കോടീശ്വരന്മാരാണെന്നൊക്കെ പലവരും പറയാറുണ്ട്. പിരിവെടുത്തേക്ക് ജീവിക്കുന്നത് പലവരും കണ്ടു. പക്ഷെ നമ്മളെ നാട്ടിൽ ഈ യഥാർത്ഥ സ്വന്തം സ്ഥലം എവിടെയാണ്? നീരാവി തന്നെ. അപ്പം നിങ്ങളൊക്കെ കൈനീട്ടായിരിക്കുന്നവരെല്ലാം ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നവരാ, കോടികൾ ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷേ നിങ്ങളുടെ ജീവിതാവസ്ഥ ഇന്നും തുടരുകയാണ്. ഇപ്പോൾ ഈ വെയിലത്ത് ഈ കുടയും പിടിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ ഈ 10 വർഷമായി തുടർന്ന് പോവുക. 10 വർഷം ആയില്ല. അതിനകത്ത് വെച്ച് നിൽക്കുക. അപ്പം വെയിലായാലും കാറ്റായാലും മഴയായാലും പള്ളിയുടെ പ്രമുഖം ഉണ്ട് അല്ലേ? ഭക്തർ വരുന്നവരെ ഒരുപക്ഷെ അവരുടെ മനസ്സ് നല്ല മനസ്സാണെങ്കിൽ തരും. തരാതെ പോയാലും വിഷമങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ഞാനിവിടെ നിന്ന് എനിക്ക് തരും വൈകിട്ട് പോകുമ്പം. ഒരു വിശ്വാസം നമ്മളിലുണ്ട്. യേശു അല്ലെ മാതാവ് നമുക്ക് ദൈവവിശ്വാസമായിട്ടിരിക്കുന്നു അല്ലേ? മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നു. അത് മാത്രമുണ്ട് മിച്ചം. കുഞ്ഞിനെ പഠിപ്പിക്കാം എന്നുള്ളൊരു മിച്ചം മാത്രമേ ഉള്ളൂ. അല്ല കയറി കിടക്കാനില്ല. ഇനി അങ്ങോട്ട് തുടരുന്നു. ഈ സ്വന്തമായിട്ട് പോകാനൊരു വാഹനമുണ്ടോ? ഈ വേലാങ്ങിന് പോകുന്ന വണ്ടി? വേലാങ് വണ്ടി വീട്ടിൽ പോകുന്നതിനുമില്ല. പ്രിയപ്പെട്ട ലോട്ടറി ക്ലബിൻ്റെ മെമ്പർമാർ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ, ലോട്ടറി ക്ലബിലുള്ള മെമ്പർമാർ ഒരുപാട് പേർക്ക് വീൽ ചെയർ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആശ്രയം തേടിയാണ്, ഓട്ടോറിക്ഷയുടെ ആശ്രയം തേടിയാണ്, കടം പേടിച്ചൊക്കെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഒരു കുട കീഴിൽ കുടയൊന്ന് ചേച്ചി ബുക്ക് പിടിക്കും. ഈ വെയിൽ വരുമ്പോൾ കുട ഉയർത്തിപ്പിടിച്ചാണ് വെയിലിനെ താങ്ങി ഒരു കൈ കൊണ്ട് ആഹാരവും കഴിച്ചു, ഒരു കൈ കൊണ്ട് കുടയും പിടിച്ചാണ് ഈ ചേച്ചി ഒരേ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും ഒരു മാറ്റം ചേച്ചിക്ക് വരണം, ചേച്ചിക്കൊരു മാറ്റം ഉണ്ടാവണം. എന്നും ചേച്ചിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു മാറ്റം, ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. കയറിക്കിടക്കാനൊരു ഭൂമി, ഒരു വീട്, മുമ്പോട്ട് നീങ്ങിപ്പോവാൻ ചേച്ചിക്ക് ഒരു വാഹനം, ഡൽഹി പോകുന്ന വീൽ ചെയറുള്ളൊരു ചെറിയൊരു വണ്ടി, പല രീതിയിലും വണ്ടിയുണ്ട്. അത് ഏത് കൊടുത്താലും സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ചേച്ചിയുടെ പേര് ശൈലജ. ചേച്ചി മറക്കാതിരിക്കുക. ശൈലജ ചേച്ചി തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി പിടിക്കുക. എന്തായാലും ശൈലജ ചേച്ചിക്ക് മുന്നോട്ട് നീങ്ങിപ്പോകേണ്ട ഒരു വാഹനം. പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത കേൾക്കുന്നെങ്കിൽ തന്മനസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും ചേച്ചിക്ക് സഹായിക്കാം. വസ്തു കൊണ്ടാണെങ്കിൽ സഹായിക്കാം, വീട് കൊടുത്ത് സഹായിക്കാം. ചേച്ചി ഒരുപാട് വർഷങ്ങളായി ഈ വെയിലത്ത് മോനെ പഠിപ്പിക്കാൻ വേണ്ടി തുടരുകയാണ്. മോൻ്റെ വിദ്യാഭ്യാസം നിലനിർത്താൻ വേണ്ടിയാണ് ചേച്ചി ദിവസേന തുടർന്ന് ഈ കുടക്കീഴിൽ മുമ്പോട്ട് നീങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ചേച്ചി, നീ എന്തെങ്കിലും പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക്? മോനെ പഠിപ്പിക്കണം. കിടക്കാടം വേണം, കയറി കിടക്കാടം വേണം, മോനെ പഠിപ്പിക്കണം. അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചേച്ചിയുടെ വാക്കുകളിലേക്ക് പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കട്ടെ. അല്ലെങ്കിൽ ചേച്ചിയുടെ പ്രയാസം ഇവിടെ നിന്നും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ കെ മീഡിയയിലെ എല്ലാവരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുട വെയിലത്ത് താങ്ങാനും മഴയത്ത് ഒരു തണലായി മാറുന്ന ഒരു കുടയുണ്ട്, ഏക കട. അതിനെ ആശ്രയിക്കുന്നത്, ഇവിടെ ഇരിക്കുമ്പോൾ മഴയായാലും വെയിലായാലും ആശ്രയിക്കുന്ന കുടയനെയാണ്. അപ്പോൾ ആ കുടയും കൂടെ ചേച്ചിക്ക് ലഭ്യമാവട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുന്നു. ടേപ്പ് വരെ ഒട്ടിച്ച് വെച്ചേക്കുക. ഓക്കെ. ഊണ് എങ്ങനെയാണ്? മേടിച്ച് തരും. ചിലപ്പോൾ ഒരു ഊണ് കൂടുതൽ വന്നാൽ ഊണ് എന്ത് ചെയ്യും? പിന്നെ വീട്ടിൽ കൊണ്ടുപോകും. അതിൽ ഒരു ഊണ് കൂടുതൽ വന്നാൽ എന്ത് ചെയ്യും? ആരെങ്കിലും വിശന്ന് വരുമ്പോൾ അവരെ കാണുമ്പോൾ എനിക്കൊരു
വിഷമമുണ്ട്. ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കും. ഇപ്പൊ എന്നോട് ചോദിച്ചു ആഹാരം കഴിച്ചു. തീർച്ചയായിട്ടും കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ നമ്മള് കഴിച്ചില്ലേലും മറ്റുള്ളവരെ ഊട്ടണമെന്ന് ചേച്ചിയുടെ ഒരു ചോദ്യത്തിലാണ്, ചേച്ചിയുടെ വാക്കിലാണ് ആ ഒരു എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലാണ് ചേച്ചിയെ തിരിച്ചറിയുന്നത്. എല്ലാ മനുഷ്യരിലേക്കും പ്രിയപ്പെട്ടവരെ ചെന്നെത്തുമ്പോൾ ഒരുപാട് വൈകും, മനസ്സിലായി അവരിലേക്ക് ചെല്ലുവാൻ. അപ്പോൾ അതാണ് ചേച്ചിയുടെ ഒരു വാക്കുകൊണ്ടാണ് ഈ ന്യൂസ് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആയാലും ഒരു വാക്ക് മതി അല്ലേ പ്രിയപ്പെട്ടവരെ? ആ ഒരു വാക്കിൽ നിന്നാണ് നമ്മളെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ആയിരിക്കട്ടെ. മടിയിലിരിക്കുകയാണ് അല്ലെങ്കിൽ കൈ നീട്ടായിരിക്കുന്നവർക്ക് വിവരമില്ല അല്ലെങ്കിൽ അറിവില്ല, അവർക്കൊന്നും അറിയത്തില്ലെന്നല്ല, അവർക്ക് അറിവുള്ളവർ തന്നെയാണ്. അവരുടെ ഗതികേട് കൊണ്ടും വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വേഷം, ഈ ഒരു ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ പോയി വരാം. നന്ദി, നമസ്കാരം.